അള്ളാന്റെ ഖുർആൻ പറയുകയാ, അള്ളാന്റെ ഖുർആൻ 5 കാര്യങ്ങൾ പറയുകയാണ്. ഈ 5 കാര്യങ്ങൾ അനുസരിച്ച് ഏതെങ്കിലും ഒരു ഭാര്യയും ഭർത്താവും ജീവിച്ച അവരുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 5 കാര്യം ഞാൻ പറഞ്ഞു തരാം. ഈ പറയുന്ന 5 കാര്യം അനുസരിച്ചിട്ട് നീയും നിന്റെ ഭാര്യയും ജീവിച്ച ഇവിടെയും ഒരുമിച്ച് സ്വർഗത്തിലും ഒരുമിച്ച്. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ, അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ, അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. വിശദീകരിക്കുന്നില്ല. ഇനി ആകെ ഉള്ളത് 1 മണിക്കൂറാണ്. 1 മണിക്കൂറുണ്ട്. പോകുന്നിടം വരെ പോകട്ടെ. നിങ്ങൾക്ക് ബോറടിക്കുമ്പോ പറയണം കേട്ടാ. നിർത്തണമെന്ന് തോന്നുമ്പോൾ നിങ്ങൾ പറഞ്ഞേക്കണം ഇൻഷാ അല്ലാഹ്. കാരണം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നാളെ രാവിലെ പാലക്കാട് പോകാനുള്ളതാണ്. ഞാൻ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചാൽ പള്ളിയിൽ പോയാൽ ഇനിയിപ്പോൾ തിരിച്ച് ഇവിടുന്ന് ഒറ്റയ്ക്ക് തന്നെ പോകണം തിരുവനന്തപുരം വരെ. നാളെ രാവിലെ പാലക്കാടും പോകണം. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നിർത്തും ഇൻഷാ അല്ലാഹ്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ എന്താപ്പാ അതിൻ്റെ പുറത്ത് കുറെ ചെറുപ്പക്കാർ നിൽക്കുന്ന മക്കളെ ഓടണ്ടടാ കല്യാണക്കാരിയാ പറയണത്. വാ കേട്ട് കയറിയിരുന്നോ ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹ്യങ്ങളാക്കി തരുമാറാകട്ടെ. 1 ഖുർആൻ പറയാ കേട്ടോ. ഭാര്യയും ഭർത്താവ് നാളെ സ്വർണത്തിന്റെ ചാരുകസേരയിൽ ഇങ്ങനെ ഇരുന്ന് സുഖിക്കും. സ്വർഗത്തിലെ ഹൂറുല്യങ്ങളായ പെണ്ണുങ്ങൾ ചുറ്റുഭാഗത്ത് നിൽക്കും. ഈ സ്വർഗവാസികൾ മുഴുവനും ചോദിക്കും, ആ പെണ്ണും ഭർത്താവ് ആരാപ്പാ? പ്രശ്നം ഇവരെങ്ങനെ ഒരുമിച്ച് ഇവിടെ? മലക്കുകൾ പോലും സലാം പറയുന്നു, എല്ലാവരും ബഹുമാനിക്കുന്നു. അങ്ങനെ നിനക്ക് അവിടെ എത്തണമെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. 1ാമത്തെ കാര്യം ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്റെയും നിങ്ങളുടെയും കുടുംബ ജീവിതത്തിൽ വേണ്ട 1ാമത്തെ കാര്യം എന്തെന്നറിയുമോ? വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, നിനക്ക് ആത്മാർത്ഥമായിട്ട് നിന്റെ ഭാര്യയൊന്ന് സ്നേഹിക്കാൻ കഴിയുമോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആത്മാർത്ഥമായിട്ട് നിനക്ക് നിന്റെ ഭർത്താവിനെ ഒന്ന് സ്വീകരിക്കാൻ കഴിയുമോ? ഒന്ന് സ്നേഹിക്കാൻ കഴിയുമോ? പടച്ചവനെ, എവിടെയാണ് സ്നേഹമുള്ളത്? ഏത് ഭാര്യക്കാണ് ഭർത്താവിനോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുള്ളത്? ഏത് ഭർത്താവിനാണ് ഭാര്യയോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുള്ളത്? പടച്ചവനെ, അഭിനയമാണ്. സ്നേഹം അഭിനയിക്കുകയാണ്. സിനിമാ താരങ്ങളെ പോലും വെല്ലുന്ന രീതിയിൽ ഭർത്താവ് നടിക്കുന്നു. സീരിയൽ നടിമാര് പോലും തോറ്റുപോകുന്ന രീതിയിലാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് അഭിനയിക്കുന്നത്. പടച്ചവനെ, കുടുംബക്കാരുടെ മുന്നിൽ, മക്കളുടെ മുന്നിൽ, നാട്ടുകാരുടെ മുന്നിൽ പരസ്പരം ഞങ്ങൾ വല്ലാത്ത സ്നേഹത്തിലാണെന്ന് ബോധിപ്പിക്കാറ് എന്തിനു വേണ്ടിയാ അഭിനയിക്കുന്നത്? അള്ളാഹു തന്ന ജീവിതം മെഴുകുതിരി ഉരുക്കുന്നത് പോലെ ഉരുക്കാനുള്ളതാണോ? ഉരുകി തീർക്കാനുള്ളതാണോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഭർത്താവ് തന്റെ മനസ്സ് ഭാര്യയോട് തുറക്കാറില്ല. ഭാര്യ തന്റെ രഹസ്യങ്ങൾ ഭർത്താവിനോട് പറയാറില്ല. പേടിയാട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറില്ല. ഒരു 5 മിനിറ്റ് സ്നേഹത്തോടെ സംസാരിക്കാറില്ല. എന്റെ പ്രിയമുള്ളവരെ, ഭാര്യയുടെ രഹസ്യങ്ങൾ ഭർത്താവിനോടാ പറയേണ്ടത്. ഭർത്താവിന്റെ രഹസ്യങ്ങൾ ഭാര്യയോടാണ് പറയേണ്ടത്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 40ാമത്തെ വയസ്സിൽ ഗാറസൂർ എന്ന് പറയുന്ന ഗുഹയ്ക്കകത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ ഒറ്റയ്ക്കിരിക്കുമ്പോ അതാ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വന്നിട്ട് അവിടെന്ന് പറയുന്ന ഖുർആനിന്റെ 1ാമത്തെ ആയത്ത് ഓതി കൊടുക്കുകയാണ്. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുക്കൽ അക്റമുല്ലദീ അല്ലമ ബിൽ ഖലം. അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആനിന്റെ 1ാമത്തെ ആയത്ത് ഓതി കൊടുത്തിട്ട് അവിടെന്ന് പറയുന്ന ബോധി നബിയെ, അള്ളാന്റെ റസൂല് പേടിച്ചുകൊണ്ട് പറയുന്നു, എനിക്ക് ഓതാൻ അറിയില്ല. ജിബ്രീൽ കെട്ടിപ്പിടിക്കുകയാണ്. പ്രവാചകന്റെ ശരീരം വേദനിക്കുകയാണ്. അള്ളാന്റെ റസൂല് ഖുർആൻ ഓതുകയാണ്. അവസാനം പർവ്വതത്തിന്റെ മുകൾ തട്ടിൽ നിന്ന് പേടിച്ച് വിറച്ചുകൊണ്ട് ലോകത്തിന്റെ നേതാവ് 40ാമത്തെ വയസ്സിൽ ഇറങ്ങി ഓടുകയാണ്. എവിടേക്കാ ഓടിയത്? കുടുംബക്കാരുടെ മുന്നിലല്ല, കൂട്ടുകാരുടെ മുന്നിലല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടേക്കാണ് കടന്നു ചെന്നതെന്നറിയുമോ? അള്ളാഹുവേ,
തന്നെക്കാലം വയസ്സ് തന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മുന്നിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകനെ വിറച്ചുകൊണ്ട് ഓടുകയാണ്. ഓടിച്ചെന്ന് ഖദീജയോട് പറയുന്നു, സമ്മിലൂനി യാ ഖദീജ, എന്നെ വന്ന് പുതപ്പിക്ക് ഖദീജ. അല്ലാഹുവിന്റെ പ്രവാചകന് നടന്ന കാര്യങ്ങൾ മുഴുവനും തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ എന്തേ ചെയ്തതെന്നറിയുമോ? പേടിച്ചു വന്ന ഭർത്താവിനെ അതാ പുതപ്പ് കൊണ്ട് പുതച്ചിട്ട് തന്റെ പ്രിയപ്പെട്ട താര്യത തന്റെ മടിയിലേക്ക് പിടിച്ചു കിടത്തുകയാണ്. അള്ളാന്റെ റസൂലിന് തന്റെ മടിയിലേക്ക് പിടിച്ചു കിടത്തിയിട്ട് കൈകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് മുടികൾക്കിടയിലൂടെ ഇങ്ങനെ തലോടുകയാണ്. എന്നിട്ടൊരു കൈകൊണ്ട് തന്റെ ഭർത്താവിനെ ചേർത്ത് പിടിച്ചു. പേടിച്ചു കിടക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ഖദീജ ബീവി റളിയല്ലാഹു തആല മനസ്സിന് സമാധാനമുണ്ടാക്കുന്ന ഒരു വാക്കേ പറഞ്ഞുള്ളൂ. അവിടെന്ന് പറഞ്ഞു, നബിയേ വല്ലാഹി മാ യുഖ്ഫീക അല്ലാഹു അബദാ, ഒരിക്കലും അല്ലാഹു നിങ്ങളെ കൈവിടൂല നബിയേ, ഒരിക്കലും അല്ലാഹു നിങ്ങളെ കൈവിടൂല. പ്രവാചകന്റെ മനസ്സില് എന്തൊരു കുളിർമയുള്ള വാക്കെന്നറിയുമോ? മരിക്കുന്ന കാലത്തോളം അല്ലാഹുവിന്റെ റസൂല് മറന്നില്ല. മരിക്കുന്ന കാലത്തോളം അല്ലാഹുവിന്റെ റസൂല് ഖദീജ എന്ന് പറഞ്ഞ റസൂലുള്ളാഹിന്റെ കണ്ണ് നിറയുമായിരുന്നു, പ്രവാചകനെ കരയുമായിരുന്നു. എന്ത് പറഞ്ഞാലും If you're the only one in the room challenging your ideas, it might be time to find a new room. ഖദീജ തന്റെ വീട്ടില് ഒരൽപ്പം ഭക്ഷണം വെച്ചാൽ ആരെങ്കിലും ഒരൽപ്പം ഇറച്ചിക്കറി കൊണ്ടുകൊടുത്താ അല്ലാഹുവിന്റെ റസൂല് തന്റെ മകൾക്കല്ല കൊടുത്തത്, മറ്റു ഭാര്യമാർക്കല്ല കൊടുത്തത്, ഖദീജയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തു വിടുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവര്, അത്രയ്ക്ക് സ്നേഹമായിരുന്നു, അത്രയ്ക്ക് സ്നേഹമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ കുടുംബ ജീവിതത്തിൽ വേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? പരസ്പരം ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമാണ്. പരസ്പരം ഒരു സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷമുള്ളതാ, നമ്മുടെ ജീവിതം സമാധാനമുള്ളതാ. അല്ലാഹുവേ, ഇന്നതില്ലാതെ പോയല്ലോ. പടച്ചവരെ, ഭാര്യയുടെ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാത്ത ഭർത്താക്കന്മാരുണ്ട്. എങ്ങനെ സന്തോഷം കിട്ടാനാ, എങ്ങനെ സമാധാനം കിട്ടാനാ? അല്ലാഹുവേ, ചില പെണ്ണുങ്ങളുണ്ടല്ലോ, എത്ര കിട്ടിയാൽ എന്തൊക്കെ കൊടുത്താലും നന്ദി കാണിക്കാത്ത ചില പെണ്ണുങ്ങളുണ്ട്. അല്ലാഹുവേ, ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് തളർന്ന ശരീരവുമായി വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഭർത്താവിനോട് മക്കളെ കുറിച്ച്, മാതാപിതാക്കളെ കുറിച്ച്, കൂടപ്പിറപ്പുകളെ കുറിച്ച്, ഭക്ഷണം വെക്കുന്നതിനെ കുറിച്ച്, ജോലി ചെയ്യുന്നതിനെ കുറിച്ച് നിനക്ക് നിന്റെ മകത്വം അറിയാതെട്ടാ, നിനക്ക് നിന്റെ ജീവിതത്തിന്റെ വില അറിയാതെട്ടാ, നിന്റെ പവിത്രത എന്താണെന്ന് നിനക്കറിയാത്തത് കൊണ്ടാണ് നീ പല പരാതികളും പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല കല്യാണം കഴിഞ്ഞു. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ തന്റെ പൊന്നുമോളെ കാണാൻ പോവുകയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അതാ ഗോതമ്പ് പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ പൊന്നാര മകള് ഗോതമ്പ് പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാന്റെ റസൂല് വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അവിടെന്ന് ചോദിക്കുന്നു, ഫാത്തിമ സുഖമാണോ പൊന്നുമോള്? അള്ളാന്റെ റസൂല് തന്റെ പൊന്നുമകളോട് ചോദിക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല പൊട്ടിക്കരഞ്ഞുകൊണ്ട് രണ്ട് കൈയും എടുത്ത് കാണിക്കുകയാണ്. കരഞ്ഞുകൊണ്ട് പറയുന്നു, വാപ്പാ, ജോലി ചെയ്തിട്ട് എന്റെ കൈ പൊട്ടികെട്ട് രക്തം വരുന്നു വാപ്പാ. പൊന്നാര മകള് രണ്ട് കൈയും എടുത്ത് കാണിക്കുകയാണ്. അടുക്കളയിൽ കിടന്ന് ജോലി ചെയ്തിട്ട് എന്റെ കൈ പൊട്ടിപ്പോയി വാപ്പാ. തന്റെ പൊന്നാര മകള് പരാതി പറഞ്ഞപ്പോ ഉമ്മയില്ലാതെ വളർത്തിയ പൊന്നുമോള് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? നിന്റെ ഭാര്യക്ക് പറഞ്ഞു കൊടുക്കണം, ചെറുപ്പക്കാരാ, ഭർത്താവിന്റെ വീട്ടിൽ കിടന്ന് തമ്മിലടി ഉണ്ടാക്കി വീട്ടിൽ വന്ന് നിൽക്കുന്ന പൊന്നാര മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം,
കല്യാണം കഴിച്ചു വിടുന്ന സമയത്ത് ലക്ഷങ്ങളും കൊടുത്ത് കാറും വാങ്ങി പറഞ്ഞു വിട്ടാ പോരാ, വാപ്പ എന്ന രീതിയിൽ നിന്റെ പൊന്നുമോക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഉപദേശമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പൊന്നാര മകൾ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഫാത്തിമ, നിന്റെ പ്രതിഫലം നിനക്കറിയുമോ ഫാത്തിമ? നിന്റെ പ്രതിഫലം എന്താണെന്ന് നിനക്കറിയുമോ ഫാത്തിമ? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടു ജോലി ചെയ്തിട്ട് 1 കിലോ അരിയും വാങ്ങിയിട്ട് വൈകുന്നേര സമയത്ത് നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അതാ 1 കിലോ അരിയുമായി വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിനോട് കുത്തുവാക്ക് പറയാതെ, പരിഹസിക്കാതെ, വേദനിപ്പിക്കാതെ ആ കയ്യിലിരിക്കുന്ന അരി വാങ്ങിയിട്ട് അടുക്കളയിലേക്ക് കടന്നു ചെന്നിട്ട്, ഇതെന്റെ കടമയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടത് കഴുകി ശുദ്ധിയാക്കിയിട്ട് നിന്റെ ഭർത്താവിനും മക്കൾക്കും ചോറ് വെച്ചു കൊടുത്ത അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കടോ പൊന്നുമോള്. നീ നിന്റെ ഭർത്താവിന് ചോറ് വെച്ചു കൊടുത്ത അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം, അതിലെ ഓരോ അരിയുണ്ടല്ലോ, ഓരോ ചോറുണ്ടല്ലോ, അതിന് പകരം അല്ലാഹു നിന്റെ പാപം പൊറുക്കുന്നുണ്ട്. നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയാ, നിനക്കൊരു നന്മ എഴുതുകയാണ്. ഒരു ചോറിന് പകരം ഒരു നന്മ എഴുതുകയാണ്. നിന്റെ ഒരു പാപം അല്ലാഹു പൊറുക്കുകയാണ്. ब्रांड्स अगर फेक निकले तो सबको पता चलता है, इसलिए मैं हमेशा शॉप करता हूँ सिर्फ मिंत्रा पे, जहाँ पे मिलता അടുക്കളയിൽ കിടന്ന് ഉരുകുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, തീ ചുവട്ടിൽ കിടന്ന് ഉരുകുന്ന പെണ്ണ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നീ നിന്റെ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെക്കുമ്പോ തീയുടെ ചുവട്ടിൽ നിന്ന് ഉരുകുമല്ലോ, നിന്റെ ശരീരം വിയർത്തിട്ട് വിയർപ്പിങ്ങനെ ഒഴുകുമല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പെണ്ണ്, ഒരു തുള്ളി വിയർപ്പ് താഴെ വീണ നരകം നിനക്ക് ഹറാമാണുമ്മ. അടുപ്പിന്റെ ചുവട്ടിൽ നിന്നിട്ട് നിന്റെ ശരീരം വിയർത്തിട്ട് വിയർപ്പ് തുള്ളി താഴെ വീഴുമ്പോ തുടയ്ക്കല്ലേ പെങ്ങള്, നരകത്തിൽ നിന്നുള്ള മോചനമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, ഗർഭിണികളുണ്ടല്ലോ, പ്രസവിച്ച കഥ പറയുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫാത്തിമ, ഒരു ഉമ്മതന്റെ കുഞ്ഞിനെ പ്രസവിച്ച, മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച ഒരു ഉമ്മയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? പെങ്ങളെ, നീ പ്രസവിച്ച സമയത്ത്, പെങ്ങളെ, നീ പ്രസവിച്ച സമയത്ത് നിന്റെ ശരീരത്തിൽ എവിടെയെല്ലാ രോമങ്ങളുണ്ടോ ഓരോ രോമത്തിനും പകരം അല്ലാഹു നിനക്ക് നന്മ എഴുതുകയാണ്. ഓരോ രോമത്തിനും പകരം അല്ലാഹു നിനക്ക് നന്മ തരുകയാണ്. നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. മക്കൾക്ക് പാല് കൊടുക്കുന്ന ഉമ്മമാരുണ്ടല്ലോ, പട്ടിണിയാണെങ്കിലും രോഗമാണെങ്കിലും എഴുന്നേക്കാൻ കഴിയില്ലെങ്കിലും തന്റെ മക്കള് കരഞ്ഞ അല്ലാഹുവേ വാരിയെടുത്ത് പാല് കൊടുക്കുന്ന പെണ്ണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, 2 വയസ്സ് പൂർത്തിയാകുന്നത് വരെ ഏതെങ്കിലും ഒരു ഉമ്മതന്റെ കുഞ്ഞിന് പാല് കൊടുത്ത അല്ലാഹു ആ പെണ്ണിന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ബദറിലും ഉഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി പോരാടിയ ശുഹദാക്കളുണ്ടല്ലോ, ബദരീങ്ങളുണ്ടല്ലോ, 1000 ശുഹദാക്കളുടെ പ്രതിഫലം പാല് കൊടുക്കുന്ന ഉമ്മയ്ക്ക് അല്ലാഹു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.